മാറി വന്ന IO സിലബസിൽ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണം ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള IO സിലബസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നെയിം ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞ IO എന്ന് പറയുന്ന പോസ്റ്റ് ആണ് വരാനായിട്ട് പോകുന്നത്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 030/2024 ആണ്. നമുക്കറിയാം ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ വരുന്നത്. 50,200 തൊട്ടിട്ട് 1 ലക്ഷം വരെയാണ് അതിന്റെ ബേസിക്സ് പേ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്രയും കാലം 2018 വരെ നടന്നിട്ടുള്ള എക്സാമുകളിൽ വന്ന സിലബസ് നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് പുതിയൊരു സിലബസ് നമ്മളെ PSCയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് തന്നെ കുറേ ആൾക്കാരെല്ലാം ഈ ഒരു സിലബസ് കണ്ടപ്പോൾ വളരെയധികം പാനിക് ആയിട്ട് ഇത് ഇനി എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ളത് 80 ദിവസങ്ങളാണ്. ഈ 80 ദിവസങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിലബസ് മാത്രമേ ആ ഒരു PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതിൽ സംശയവുമില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം വരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ പ്രീവിയസ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 8/12/2021 അതിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 65 പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറി 53 വരെയുള്ള റാങ്കുള്ള ആൾക്ക് വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ദെൻ അതിലെ എക്സ്പെക്റ്റഡ് ക്യാൻസലേഷൻ ഓഫ് ദിസ് ലിസ്റ്റ്, നമുക്ക് ഈ പറയുന്ന ലിസ്റ്റ് ക്യാൻസൽ ആവാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഏതാ വരുന്നുണ്ടാവുക. നമുക്ക് പറയാം 3 വർഷമാണ് ഒരു ലിസ്റ്റിന് കാലാവധി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ 8/12/2024 ഏകദേശം ഈ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആവും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിൽ തന്നെ അത് ക്യാൻസൽ ആയി തുടങ്ങും. ദാറ്റ് മീൻസ് അവിടെ 9-ാം തീയതി മുതൽ, അതായത് 9/12/2024 മുതൽ പുതിയ ലിസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ ആ വേക്കൻസികൾ പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് ആയിരിക്കും ആഡ് ഓൺ ആകുക. ഓക്കെ അല്ലേ. അപ്പോൾ അതിലെ നമുക്ക് ഇത്തവണ വന്നിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും 65 അഡ്വൈസോളം പോയി എന്ന് പറയുമ്പോൾ നമുക്ക് 65 പേർക്കും ജോലി കിട്ടിയെന്നല്ല അതിനർത്ഥം. റാങ്കിൽ അല്ലെ, നമുക്കറിയാം ആ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള 65-ാം റാങ്കിലുള്ള ആൾക്ക് വരെ അല്ലെ 65 മീൻസ് നമുക്ക് 65 പേർക്കോളം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് ഇനി ഈ ഒരു വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു റേഞ്ചിൽ എത്തിയില്ലെങ്കിൽ പോലും ഒരു നമുക്കറിയാം ഒരു 30-35 റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇവിടെ ആൾക്കാർ അല്ലെങ്കിൽ അഡ്വൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കറിയാം നമുക്ക് ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പോസ്റ്റ് ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. അത് നമുക്കറിയാം തൊട്ട് മുന്നേ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് ഒരു എക്സാം നടക്കുകയുണ്ടായി, അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന പ്രൊമോഷൻ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ആ പോസ്റ്റിലേക്ക് എക്സാം കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി. അപ്പോൾ അതിനർത്ഥം നോക്കിയേ, അപ്പോൾ അവിടെ ഓരോ ലിസ്റ്റ് നമുക്ക് അറിയാം, ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് കയറുന്ന ആൾക്കാരാകുമ്പോൾ ഇവിടെ നമുക്ക് വേക്കൻസി കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഇത് രണ്ടും പാരലൽ ആയിട്ടായിരിക്കും ഈ ഒരു ലിസ്റ്റ് വരുന്നുണ്ടാവുക. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അസിസ്റ്റന്റ് ഡയറക്ടറിന് വന്നിട്ടുണ്ടായിരുന്ന ആ സെയിം സിലബസ് അതിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടാണ് പുതിയൊരു എക്സാം അല്ലെങ്കിൽ അതിലൊരു സിലബസ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനും അതുപോലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്കും എഞ്ചിനീയറിംഗ് ഫിസിക്സിനും അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ആയിരുന്നു ഏതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന എക്സാമിൽ വെയിറ്റേജ് ഉണ്ടായിരുന്നത്. അതിൽ 40 മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. മാത്തമാറ്റിക്സിൽ നിന്നായിരുന്നു, കെമിസ്ട്രിയിൽ നിന്ന് 15 മാർക്കും ഫിസിക്സിൽ നിന്ന് 15 മാർക്കും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് 15 മാർക്കുമായിരുന്നു ഓൾ ടോട്ടൽ 30 മാർക്കുമായിരുന്നു ഓൾ ടോട്ടൽ ആയിട്ട് അവിടെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളുടെ IO സിലബസ്, നമ്മൾ ലേറ്റസ്റ്റ് ആയുള്ള സിലബസിൽ ആ ബിസിനസിന്റെ പേപ്പർ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമുക്കറിയാം ഫിസിക്സിനും കെമിസ്ട്രിക്കും 15-ൽ നിന്ന് 30 മാർക്കാക്കി. അങ്ങനെ ഓൾ ടോട്ടൽ 40 മാർക്ക്. അതിൽ 100 മാർക്കായിരുന്നു എക്സാമിന് വരുന്നത്. അതിൽ 40 മാർക്ക് മാത്തമാറ്റിക്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു AD എക്സാമിനെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം കൂടെ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പാകത്തിലേക്ക് കുറഞ്ഞ രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ആ രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ നമ്മൾ ഇനി ചെയ്യാനുള്ളൂ. നമുക്ക് ഇനി മുന്നിലേക്ക് ഒരു 80 ദിവസത്തോളം ബാക്കി വരുന്നുണ്ട്. ആ ദിവസങ്ങളിൽ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ജോലി, നമുക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നല്ല ഒരു തർക്കവുമില്ല. ഓക്കെ അല്ലേ. ദെൻ അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും കോർ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അത് 40 മാർക്കിനാണ്. അത് 5 മൊഡ്യൂൾ ആയിട്ടാണ് നമുക്ക് അവിടെ സിലബസിൽ പറയുന്നത്. അത് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ലീനിയർ അൽജിബ്രയാണ്.
ദെൻ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കാൽക്കുലസ് ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. മൊഡ്യൂൾ 4 വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ദെൻ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ 4 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 40 മാർക്കാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല വരുന്നത്, അത് വളരെ ശ്രദ്ധിക്കണം. 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 4 മാർക്ക് മാത്രമേ അവിടെ മാർക്ക് വരുന്നുള്ളൂ, വെയിറ്റേജ് വരുന്നുള്ളൂ. ദെൻ പ്രോബബിലിറ്റിക്കും അതുപോലെ തന്നെ കാൽക്കുലസിനുമാണ് കൂടുതൽ മാർക്ക്, 12 മാർക്കാണ് ഈ 2 മൊഡ്യൂളുമായിട്ട് വെയിറ്റേജ് വരുന്നത്. ബാക്കിയുള്ള 2 മൊഡ്യൂളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 മാർക്ക് മൊഡ്യൂൾ 1നും മൊഡ്യൂൾ 3 വീണ്ടും 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റേജ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മൊഡ്യൂളിലേക്കും വളരെ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ഫിസിക്സിലേക്ക് വരുമ്പോൾ അത് 30 മാർക്കിനാണ് ടോട്ടൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് 3 മൊഡ്യൂളായിട്ട് 10 മാർക്ക് രീതിയിലാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 1ാമത്തെ മൊഡ്യൂൾ അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. ദെൻ 2ാമത്തെ മൊഡ്യൂൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അക്വസ്റ്റിക്സുമാണ്. അപ്പോൾ അതിലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് തൊട്ട് മുന്നേ നടന്ന ആ ഒരു എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫിസിക്സും മാത്തമാറ്റിക്സും ആണ് നമുക്ക് കെമിസ്ട്രീനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ വളരെ ലൈനായിട്ട് മാത്രമേ ഒരു പേരിലെ ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം ഇതിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലേക്ക് പോയാൽ നമുക്കറിയാം അതും ഈ പറഞ്ഞ പോലെ തന്നെ 3 മൊഡ്യൂളുകളായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസ് പോലെയുള്ള അങ്ങനെയുള്ള കുറേ മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. 10 മാർക്കാണ് ഈ ഒരു വെയിറ്റേജ് വരുന്നത്. ദെൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് 2ാമത്തെ മൊഡ്യൂൾ 10 മാർക്ക് തന്നെയാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എൻവയോൺമെന്റ് ആണ്. അവിടെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ പോലെയുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അവിടെയും 10 മാർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈക്വൽ വെയിറ്റേജ് ആണ് കെമിസ്ട്രിയുടെ കാര്യത്തിലും വരുന്നത്. 3 മൊഡ്യൂളും ഒരേപോലെ തന്നെ ഒരേ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഫിസിക്സിലും മാത്സിലും വരുമ്പോൾ കൂടുതലും എന്താണ് അവിടെ നമുക്ക് കൂടുതലായിട്ടും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കെമിസ്ട്രിയിലും നമുക്ക് ഈ പറഞ്ഞ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അവിടെ വിട്ട് കളയേണ്ട. പക്ഷേ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമല്ലേ. നമ്മൾ കൺവെൻഷൻ രീതിയിലൊക്കെ മാത്സ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെത്തേഡ്സ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് ഒരുപാട് സമയം നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആ ഒരു ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മാത്സ് ആയാലും അതുപോലെ ഫിസിക്സ് ആയാലും എല്ലാം തന്നെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് വളരെ എളുപ്പത്തിൽ കവർ ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇനിയുള്ള 80 ദിവസത്തോളം ആ 80 ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നടത്തി ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങളത് ക്ലിയർ ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു പഠനം നടത്തി ആ സിലബസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോറായിട്ട് വരുന്ന ഏതൊക്കെ പോയിന്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇനി പഠിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു എക്സാമിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 38,270 ആണ്. അപ്പോൾ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് മറന്നു പോകണ്ട. ഈ ഒരു എക്സാം എഴുതാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഈ ഒരു എക്സാം എഴുതി ആ ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും 12-ാം തീയതി ഡിസംബർ 12-ന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ സൈറ്റിൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും വിട്ടുകളയത് മറന്നു പോകാനും പാടില്ല. ഓക്കെ അല്ലേ? എക്സാം നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് 80 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു ജോലിയിലേക്ക് എത്താൻ പാകത്തിലേക്ക് എല്ലാവരും ഓക്കെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയുള്ള ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അയ്യോ എന്ന് പറയുന്ന ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട്, കൈപിടിച്ച് എത്തിക്കാനായിട്ട് നമ്മളെ സൈലന്റ് ടെക്നിക്കലിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അഫോർഡബിൾ പ്രൈസിൽ പുതിയൊരു കോഴ്സ് ഇതിലേക്ക് നിങ്ങളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 3000 രൂപ മാത്രമേ ഈ ഒരു കോഴ്സിന് വരുന്നുള്ളൂ. അപ്പോൾ മാറി വന്നിട്ടുള്ള ഈ സിലബസ് പ്രകാരം കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരികയും ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ,
ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബേസ് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളെ IO എന്ന് പറയുന്ന ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പിടിപ്പിക്കാനായിട്ട് സൈലം ടെക്നിക്കൽ നിങ്ങളുടെ കൂടെയുണ്ട്. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും സെറ്റായി. ഇതുവരെയും കോഴ്സ് എടുക്കാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ഈ കോഴ്സ് എടുത്തുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം സൈലം ടെക്നിക്കലിന്റെ കൂടെ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടാനായിട്ട് ഞങ്ങളുടെ സൈലം ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.